പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷനിലായിരുന്നു. പുത്തൻകുരിശ് പോലീസ് വിളിക്കും, കുന്നത്തനാട് പോലീസ് വിളിക്കും, എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും കൂടി തിരഞ്ഞെടുത്തയച്ച ഒരു MLA ചെയ്യുന്ന ദ്രോഹമാണ് എന്നോട്. എൻ്റെ പേരിൽ എത്ര ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. പോലീസ് വന്ന് അന്വേഷണം നടത്തും, ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ കോടതിയിൽ പോയിട്ട് സ്ഥിരമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഒരു ഉത്തരവ് മേടിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും. ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല, ഷാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ്. എന്നെ എതിർക്കുന്ന സഹാക്കള്, എന്നെ എതിർക്കുന്ന MLA, ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത്, എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ്. ഞാന് ഈ പൂതൃക സമ്മേളനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ കേൾക്കുന്നു, ഷാബു ജേക്കബിന്റെ ആസ്ഥാനത്തേക്ക് ഡിഫി കുഞ്ഞുങ്ങള് അവിടെ പിക്കറ്റ് ചെയ്യാൻ വരുന്നു എന്ന്. അപ്പോ 4 മണിയാണ് സമയം പറഞ്ഞിരുന്നത്. എന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും, എനിക്ക് ഒരാസ്ഥാനമേ ഉള്ളൂ. 3:30 4 മണിയായി. കാരണം ഒരു 10 വർഷം മുമ്പായിരുന്നെങ്കിൽ എല്ലാ ദിവസവും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും SDPIക്കാരും എല്ലാം തുടർച്ചയായിട്ട് ഈ ആസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരുന്നതുകൊണ്ട് കുറെ കാലമായിട്ട് അത് കാണാൻ പറ്റുന്നില്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഡിഫിക്കാര സന്തോഷ വാർത്തയുമായിട്ട് വരുന്നത്. അങ്ങനെ 4 മണിയായി, 5 മണിയായി, കാണുന്നില്ല. 5:30 മണിയായി, കാണുന്നില്ല. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ പറയുന്നു, ആസ്ഥാനത്തേക്കല്ല വരുന്നത്, എന്റെ വീട്ടിലേക്കാണ് വരുന്നത് എന്ന്. ഞാൻ അവിടെ നിന്ന് ഉടനെ കാറെടുത്ത് വീട്ടിലേക്ക് പാഞ്ഞു. കാരണം ഇനി ചിലപ്പോ കാണാൻ പറ്റിയില്ലല്ലോ, കുറെ കാലമായത് കണ്ടിട്ട്. അപ്പോ അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ എന്റെ മകളെ ഓടി വന്നിട്ട് പറഞ്ഞു, അപ്പയെ തോളിലേറ്റിക്കൊണ്ട് കുറെ ചേട്ടന്മാര് പോകുന്ന കണ്ടു എന്ന്. അതെന്താ? ഞാൻ ചോദിച്ചു, അല്ല, അപ്പയുടെ ഫോട്ടോ എടുത്ത് മുഖത്ത് വെച്ചിട്ട് 3-4 ചേട്ടന്മാര് കിഴക്കമ്പലത്തുകൂടി നടക്കുന്നുണ്ട് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാ മോളെ, എന്നോട് ചിലർക്ക് സ്നേഹം കൂടുമ്പോ അവരെന്റെ തോളിലേറ്റിക്കൊണ്ടേ നടക്കും. ഇനി കുറച്ച് കഴിയുമ്പോ അവരിങ്ങോട് വരും, അപ്പയെ ചുവന്നുകൊണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അപ്പയെ അവിടെ ഇടും, ചവിട്ടും, കത്തിക്കും. നോക്ക് കാണണം. രണ്ടുപേർക്കും ഉത്സാഹമായി, കാരണം അവർ കണ്ടിട്ടില്ല. അപ്പോ അങ്ങനെ ഞാൻ വീട്ടിൽ കാത്തിരിക്കുക. 6 മണിയായി, 6:30 കാണുന്നില്ല. അപ്പൊ കേൾക്കുന്നു പുറപ്പെട്ടിട്ടുണ്ട് എന്ന്. കാണാനുള്ള ആകാംക്ഷ കൊണ്ട് കുട്ടികളും ഞങ്ങളും ഭാര്യയും എല്ലാവരും കൂടി പുറത്തിറങ്ങിയിരിക്കുക. അപ്പൊ കേൾക്കുന്നു അവർ ഇടയ്ക്ക് വെച്ച് നിർത്തി, അവിടെ വെച്ച് തന്നെ കത്തിക്കാൻ തീരുമാനിച്ചു എന്ന്. കുട്ടികൾക്ക് നിരാശയായി. ഞാൻ പറഞ്ഞു, സാരമില്ല, അടുത്ത സമ്മേളനം നടക്കുന്ന മിക്കവാറും അടുത്ത ആഴ്ച വരും. അപ്പോ അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടണ്ട എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ അവര് അന്നാലിമരത്തിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് അങ്ങോട്ടൊന്നും പോയില്ല, അവിടെ വെച്ച് കത്തിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഷാബു ജേക്കബിനെ കത്തിക്കും, പച്ചയ്ക്ക് കത്തിക്കും എന്ന്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇവരൊക്കെ മടിയന്മാരായിപ്പോയി. ഒരു 5 മിനിറ്റ് കൂടി നടന്ന് എന്റെ വീട്ടിലെത്താം. ഇത്ര ചെറുപ്പത്തിലെ മടിയന്മാരായ പഴയ ഡിഫിക്കാർക്കൊക്കെ ആ ഒരു ഊർജം ഉണ്ടായിരുന്നു.
അവരവിടെ വന്നിട്ട് നിർത്തിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇനിയെങ്കിലും ഇവിടേക്ക് എന്ന് പതങ്ങി നിന്ന് കേൾക്കുന്ന ഡിഫിക്കാരായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ, അന്തം കമ്മികളായിക്കോട്ടെ, നിങ്ങൾ ദയവ് ചെയ്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്റെ വീട്ടിലേക്ക് ഇതുപോലെയുള്ള പ്രകടനമായിട്ട് വരണം. അങ്ങനെ ചെയ്യണം. കാരണം ഇതൊരു ബഹുമതിയാണ്. ഇന്ന് ഇന്ത്യയില് ആരുടെയെങ്കിലും കോലം കത്തിക്കുന്നുണ്ടെങ്കിൽ 3 വ്യക്തികളെയാണ് ഉള്ളൂ. ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. 2 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. 3ാമത് ആ ബഹുമതി എനിക്കാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീണ്ടും ആ ബഹുമതി എനിക്ക് തന്നെ നിലനിർത്തണം. ഇപ്പോ ഞാനിന്ന് വരുന്ന സമയത്ത് എന്റെ വീടിന്റെ പടിക്ക് പോലീസ് ബാരിക്കേഡ് വെച്ചിരിക്കുകയാണ്. അത് ആഴ്ചകളായിട്ടുണ്ട്. അതും ഞാനൊരു ബഹുമതിയായിട്ടാണ് കാണുന്നത്. കാരണം ഇന്ന് പോലീസ് ബാരിക്കേഡ് കാണുന്നത് നമ്മൾ ഡൽഹിയിൽ പാർലമെന്റിന് മുമ്പിൽ ബാരിക്കേഡ് കാണും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കാണും. 3ാമത് പോലീസ് ബാരിക്കേഡ് കാണണമെങ്കിൽ കിഴക്കമ്പലത്ത് സാബു ജേക്കബിന്റെ വീട്ടിൽ മാത്രമേ സ്ഥിരമായിട്ട് ബാരിക്കേഡ് ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പൂത്രക്ക 1 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചപ്പോഴേക്കും എറണാകുളം ജില്ലയിലെ അന്തം കമ്മികളെല്ലാം ഇങ്ങനെ വിറച്ചു എന്നുള്ളതാണ്. ഇരിക്കപ്പൊറിയില്ല. എനിക്ക് അവരെ കാണാനായിട്ട് അങ്ങോട്ട് പോകണ്ട. എല്ലാവരും ഇളകി. ജില്ലാ കമ്മിറ്റി എല്ലാ നേതാക്കളും കോലഞ്ചേരിയില് എനിക്കെതിരായിട്ട് പ്രതിഷേധം നടത്തുന്നു. അതുപോരാതെ വന്നു കഴിഞ്ഞപ്പോ ഡിഫിക്കാരുടെ പ്രകടനം എന്റെ ആസ്ഥാനത്തേക്ക് വരുന്നു. ഇത് 2ഉം ചീറ്റിപ്പോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോ 3ാമത് വരുന്നു. ആലപ്പുഴ ജില്ല, എറണാകുളം ജില്ല, തൃശ്ശൂർ ജില്ല, ഇവിടെ എല്ലാവരും കൂടി 600 പേരെ എന്റെ വീട്ടിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവര് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ജില്ലാ സെക്രട്ടറിയെ കാണണമെങ്കിൽ എറണാകുളത്ത് പോകണം. അന്തം കമ്മികളുടെ ഏതെങ്കിലും നേതാക്കന്മാരെ കാണണമെങ്കിൽ എറണാകുളത്ത് പോകണം. അവരുടെ വീട്ടിൽ പോയി കാണണം. എനിക്ക് കാണണമെങ്കിൽ ഞാൻ ഈ മൈക്കിൽ കൂടി 2 വാക്കുകൾ പറഞ്ഞാൽ മതി. അവരെല്ലാം എന്റെ പഠിക്കവരും